ഒരു തലമുറയുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ചുട്ടരിക്കപ്പെടുന്നത്. ഇത് നമ്പർ 1 കേരളത്തിന്റെ യുവത്വം നടു റോഡിൽ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചുട്ടരിക്കേണ്ടി വന്ന പ്രതീകാത്മക അഗ്നിയാണ്. ഏത് അധികാരസ്ഥാനത്തിന്റെ അന്ധതയും അവസാനിപ്പിക്കാൻ ഒരിക്കൽ ഒരുപക്ഷെ ഈ തീ മതിയായേക്കാം. ഒറ്റപ്പെട്ടവന്റെ ചങ്കിലെ തീയാണിത്. പ്രതീക്ഷയോടെ മക്കളെ പഠിപ്പിച്ച് ഉന്നത നിലകളിലെത്തിക്കാൻ ശ്രമിച്ച കേരളത്തിലെ ശരാശരി മാതാപിതാക്കളുടെ ഉള്ളിലെ തീയാണിത്. ഇവർക്ക് നേരെ ഇനിയും മൗനം തുടർന്നാൽ പ്രതിഷേധത്തിന്റെ ഈ തീ ഇനി വരുന്ന തലമുറകളിലേക്കും പകർന്നേക്കാം. അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ശീതീകരിച്ച മുറികളിൽ അന്തിയുറങ്ങുന്നവന്റെ മാളിക സമാനമായ ദുഷ്പ്രഭുത്വം ഈ തീയിൽ വെന്തുരുകില്ലെന്ന് ആര് കണ്ടു? 62 ദിവസം ഈ പൊരിവെയിലും വേനൽ മഴയിലും സമരം ചെയ്തവന്റെ ചങ്കിലെത്തിയാണിത്. ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. അധികാരം അർഹതപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനുള്ള ആയുധമാണെന്നും നിങ്ങൾ കരുതരുത്. നമസ്കാരം, വേണു പരമേശ്വറാണ്. തലസ്ഥാന നഗരിയിലെ അധികാര സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ 2 മാസമായി അർഹതപ്പെട്ട നിയമനങ്ങൾക്കായി സമരം ചെയ്യേണ്ടി വന്നവന്റെ പരാജയ ചിത്രമാണിത്. 2 പരീക്ഷകൾ എഴുതി 2ലും വിജയിച്ച്, കായികക്ഷമതാ പരീക്ഷകളിൽ കഴിവ് തെളിയിച്ച്, മെഡിക്കൽ പരിശോധനകളിലും വിജയം ഉറപ്പാക്കിയവന് കാക്കിയുടെ നിറമുള്ള സ്വപ്നങ്ങൾ നെയ്ത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ട യുവത്വമാണിത്. നടു റോഡിൽ പൊരിവെയിലത്തും വേനൽ മഴയിലും കല്ലും മണ്ണും വാരിത്തിന്നും പ്രതീകാത്മക ശവങ്ങളായി കിടന്നും മെഴുകുതിരി കൊളുത്തിയും വായ് മൂടിക്കെട്ടിയും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും കുരിശ് ചുമന്നും മുഖത്ത് കറുത്ത ചായം തേച്ചും ഐസ് വെള്ളത്തിൽ കിടന്നും കന്നുകാലി സമാനമായ പുല്ല് തിന്നും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ 10,000 ചെറുപ്പക്കാരുടെ 10,000 കുടുംബങ്ങളുടെ കണ്ണീർ സമരം പരാജയപ്പെട്ട ചിത്രങ്ങളാണിത്. ഇവർ പരാജയപ്പെട്ടതോടെ തോറ്റത് നമ്മളാണ്, പ്രബുദ്ധ കേരളമാണ്. 7 ബറ്റാലിയനുകളിലായി 13,975 പേരുടെ ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചെങ്കിലും ഇപ്പോഴും 18,000-ലേറെ ഒഴിവുകൾ നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ടുള്ളപ്പോഴാണ് ഒഴിവില്ലെന്ന് പറഞ്ഞ് ലിസ്റ്റിന്റെ 1/3 പേരെ പോലും നിയമിക്കാതെ കാലാവധി കഴിഞ്ഞ ഈ ഏപ്രിൽ 12 അർദ്ധരാത്രി വരെയും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് കഴിഞ്ഞ 5 വർഷമായി നിയമനം കാത്തു കഴിയുന്ന 9,464 പേരെ കണ്ണീരിലാഴ്ത്തി നിരാശയോടെ തലസ്ഥാന നഗരം കണ്ണടയ്ക്കുന്നത്. ഈ അനീതി ചൂണ്ടിക്കാട്ടി ഇവരുടെ അർഹതപ്പെട്ട നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇതേ ചാനലിലൂടെ VP ടാക്സ് 1 മാസം മുൻപ് തന്നെ വാർത്തയും കൊടുത്തിരുന്നു. ഇത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷ മേഖലയിലെ യുദ്ധഭൂമിയല്ല. ഇത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങളുമല്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് എന്ന ഭരണാധികാരികളുടെ ആഡംബര സൗധങ്ങളുടെ മൂക്കിന് കീഴിൽ പൊരി വെയിലത്ത് ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്ന നമ്പർ 1 കേരളത്തിലെ യുവജനങ്ങളുടെ ജീവിത പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇത് കേവലം ശവശരീരങ്ങളല്ല, PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ പരീക്ഷ എന്ന പരീക്ഷണങ്ങൾക്ക് വിധേയരായി മൃതപ്രായരായി കിടക്കുന്ന ജീവശവങ്ങളാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് 2019 അപേക്ഷ വിളിച്ച് പ്രിലിമിനറി, മെയിൻസ് എന്ന 2 എഴുത്ത് പരീക്ഷകളിലൂടെ വിജയിച്ച മിടുമിടുക്കരായ ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയും മെഡിക്കൽ ടെസ്റ്റുകളും നടത്തി യോഗ്യതകൾ വീണ്ടും പരിശോധിച്ച് തയ്യാറാക്കിയ 13,975 പേരുൾപ്പെട്ട സംസ്ഥാന പോലീസിലെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള അന്തിമ ലിസ്റ്റിലുൾപ്പെട്ട 10,000-ലധികം ഉദ്യോഗാർത്ഥികളാണ്. കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പിന് പോയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ടവന്റെ വീട്ടിലെ മക്കളാണ്, യുവാക്കളാണ്. ഈ കൊച്ചൊരു പ്രതീക്ഷ, ഈ ഉന്നത നിലവാരത്തിൽ ഇന്ന് ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇല്ലായ്മയെന്ന് വന്നതാ സാറേ. ആ ഇല്ലായ്മ എന്തുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല? ഇല്ലായ്മയെന്ന് വളർന്നു വന്ന് ഇല്ലായ്മ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഇല്ലായ്മയെന്ന് പട്ടിണിയിലും വന്ന അവർക്ക് ഈ കണ്ണിൽ എന്ത് കണ്ടു കാണുക? ഈ പാവപ്പെട്ട അമ്മമാരുടെ രോദന സാറേ. ഇത് ഈ രോദനം പട്ടിണി പാവങ്ങളുടെ രോദന സാറേ. ഇത് അവരെന്തുകൊണ്ട് കണ്ടില്ല നടിക്കുന്നത്? ഞങ്ങളെ പോരേണ്ടത് ഞങ്ങളെ മക്കളാണ്. ഈ ആത്മരോദനവുമായി അമ്മമാരും മാതാപിതാക്കളും ഉദ്യോഗാർത്ഥികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും യുവജന പ്രസ്ഥാനങ്ങളെയും കണ്ട് കരഞ്ഞും കാലുപിടിച്ചും കേണപേക്ഷിച്ചിരുന്നു. ഗാസയിലെയും ഉക്രൈനിലെയും തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം ചെയ്യുന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ സ്വന്തം വീട്ടിലെ, സ്വന്തം നാട്ടിലെ യുവാക്കൾ നേരിടുന്ന ഈ സമരത്തെ മാത്രം കണ്ടില്ല.
അധികാരത്തിന്റെ അന്ധത ബാധിച്ച നേതൃത്വങ്ങളൊന്നും ഇവരുടെ നീതിക്കായി പോരാടിയില്ല. ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും ഇവരെ നിരാശയിലേക്കും നിയമക്കുരുക്കുകളിലേക്കും പറഞ്ഞുവിടുന്ന സാഹചര്യം നമുക്ക് ഭൂഷണമല്ലെന്നും പലതവണ നമ്മളും പറഞ്ഞിരുന്നു. ഒരുമിച്ച് നിയമനം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകി ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും അർഹതപ്പെട്ട ഒഴിവുകളിലേക്ക് നിയമനം നൽകാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഈ ദുരിത സമരം ഒരു ദുരന്ത സമരത്തിലേക്ക് വഴിവെച്ചാൽ അതിനുത്തരം പറയേണ്ട ഉത്തരവാദിത്തം ഭരിക്കുന്നവർക്കുണ്ട്. പരീക്ഷ എഴുതിയതിന്റെ പേരിൽ, മിടുക്കരായി ജനിച്ചതിന്റെ പേരിൽ, കായികക്ഷമതയിൽ ഉൾപ്പെടെ ആരോഗ്യവാന്മാരാണെന്ന് അഭിമാനത്തോടെ തെളിയിച്ചതിന്റെ പേരിൽ നമ്മുടെ യുവത്വത്തെ തെരുവോരങ്ങളിൽ അനാഥമാക്കി വലിച്ചെറിയാതെ, കോടതി വരാന്തകളിൽ നിയമപോരാട്ടങ്ങളിലേക്ക് അവരെ തള്ളിവിടാതെ, അക്രമ സംഭവങ്ങളിലേക്കും കൊടുംനിരാശയുടെ പടുകുഴിയിൽ ആത്മഹത്യകളിലേക്കും അവരെ നയിക്കാതെ ഒപ്പം ചേർത്ത് പിടിച്ച് അർഹതയുള്ളവന് അനുമതി നൽകി സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഭാഗമാക്കുമ്പോഴാണ് കരുതലോടെയുള്ളൊരു സമൂഹം വാർത്തെടുക്കാമെന്ന ആപ്തവാക്യം അർത്ഥവത്താകുന്നത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിനും ആളെ കൂട്ടി അധികാരത്തിലേറാനുള്ള തിരക്കിനിടയിൽ സ്വന്തം മൂക്കിന് കീഴിലെ അർഹതപ്പെട്ടവന്റെ നീതിക്കായുള്ള ഈ പോരാട്ടം കാണാൻ നമ്മുടെ നേതാക്കൾക്ക് കഴിയാതെ പോയി. നമ്മുടെ നാടിന്റെ യൗവനത്തെ നടുവഴിയിലും കോടതി വരാന്തകളിലേക്കും നയിക്കാതെ അർഹതപ്പെട്ട അംഗീകാരം നൽകി ഇനിയെങ്കിലും ഈ ദുരിതത്തിന് അറുതി വരുത്താൻ അധികാരിവർഗം തയ്യാറാകണം. കാരണം ഇത് കേരളത്തിന്റെ പ്രതീകമായ യുവതയാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, പഠിച്ച് പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ നെയ്യുന്ന നമ്മുടെ മക്കളാണ്, നമ്മുടെ നാടിനെ നാളെ നയിക്കേണ്ടവരാണ്. ഇവരെ കൈവിടാതെ കാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഇനിയും മറക്കാതിരിക്കുക. പ്രതീക്ഷയോടെ